ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ 6 നിയോഗങ്ങൾ എഴുതും. ആ 6ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയ ഒരു കാര്യം, ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് സഫലമാക്കി തന്നു. അതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ എഴുതിയ നിയോഗം, ഞാൻ ഒരു പൊതുരംഗത്ത് 10-30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതൊരു പൊതു പ്രവർത്തകൻ്റെയും മനസ്സിലുള്ളൊരാഗ്രഹമാണ് ഒരു ജനപ്രതിനിധി ആവുക എന്നത്. ഞാൻ 6ാമത്തെ നിയോഗമായിട്ട് എഴുതിയത്, പൊതുരംഗത്ത് സത്യസന്ധവും ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള കഴിവും അവസരവും മാതാവേ എനിക്ക് നൽകണമേ എന്നാണ് ഞാൻ ആ നിയോഗത്തിൽ എഴുതിയത്. തുടർന്ന് ഞാൻ ഉടമ്പടി കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. അന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ വന്നു, വാർഡ് വിഭജനമൊക്കെ ആയിട്ട് വന്നു. ആ വന്ന സമയത്ത് എൻ്റെ വാർഡ് സ്വാഭാവികമായിട്ട് നിലവിൽ SC ജനറൽ വാർഡാണ്. സ്വാഭാവികമായിട്ട് അത് വനിതാ വാർഡ് ആകേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിലവിൽ 2 തവണ സംവരണമായ വാർഡുകൾ ജനറൽ വാർഡുകളായിട്ട് പ്രഖ്യാപിച്ചു. സാധാരണ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു അവസരമുണ്ടായത് തന്നെ ആ ഒരു പ്രഖ്യാപനമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഒരു ഇടപെടലാണ് അത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ ആ ഉടമ്പടിയിൽ എഴുതിയ 6ാമത്തെ നിയോഗം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. അമ്മ മാതാവ് അത് എനിക്ക് വേണ്ടി ഒരുക്കിയതാണ് ആ ഉത്തരവ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ കഴിഞ്ഞ ഈ ഒക്ടോബറിൽ വന്ന് എൻ്റെ ഉടമ്പടി 3ാമത് പുതുക്കുന്ന സമയത്ത് അത് ഞാൻ പ്രത്യേക നിയോഗമായി തന്നെ എഴുതി. എനിക്ക് എൻ്റെ വാർഡിൽ മത്സരിച്ച് ഒരു ജനപ്രതിനിധി എന്നെ ആക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ പറ്റി. അതുപോലെ തന്നെ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ 105 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അമ്മ മാതാവ് എന്നെ വിജയിപ്പിച്ചു. ഞാൻ കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിൽ സ്ഥാനാർത്ഥി നിർണ്ണയ സമയത്തെല്ലാം ഉടമ്പടി വസ്തുക്കൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് യാതൊരുവിധ ടെൻഷനും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായില്ല. യാതൊരുവിധ ടെൻഷനും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ വോട്ടെടുപ്പ് ദിവസമോ അതുപോലെ തന്നെ അതിനുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഉണ്ടായില്ല. എല്ലാം അമ്മ മാതാവ് എനിക്ക് തന്നു. ഞാൻ